നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. വൃശ്ചികൻ രാശി വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. 2026 ജൂലൈ മാസത്തിൽ വൃശ്ചികൻ രാശിയുടെ രാശ്യാധിപനും 6ാം ഭാവാധിപനുമായ ചൊവ്വ വൃശ്ചികത്തിൻ്റെ 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അഷ്ടമാധിപനായ ബുധൻ ഭാഗ്യഭാവത്തിൽ ഉച്ചനായ വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നതിനാൽ ചെറിയ രീതിയിൽ ഉദരരോഗം, നേത്രരോഗം എന്നിവ ഈ സമയത്തുണ്ടാകാം. 5ാം ഭാവാധിപനായ വ്യാഴം ഉച്ചനായി ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനം, മത്സര പരീക്ഷകൾ, സാങ്കേതിക വിഷയങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുകൂല സമയമാണ്. വിദേശ പഠനത്തിന് പ്രത്യേക പരിശീലനം ലക്ഷ്യമിടുന്നവർക്ക് ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. ഗവേഷണ പഠനം, നിയമപഠനം, ടീച്ചിങ് എന്നിവ നടത്തുന്നവർക്ക് വലിയ വിജയങ്ങൾ ലഭിക്കും. 10ാം ഭാവാധിപനായ സൂര്യൻ ജൂലൈ മാസത്തിൽ വൃശ്ചികത്തിൻ്റെ 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വലിയ നേട്ടങ്ങൾ നൽകുന്നില്ലെങ്കിലും 2ാം പകുതിയിൽ അനുകൂലത നൽകും. ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കണം. ഉച്ചനായ വ്യാഴം തൊഴിലിൽ ഉയർച്ചയും പദവികളും ധനലാഭവും നൽകും. IT മേഖല, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, മെഡിക്കൽ, നേഴ്സിംഗ്, ഫാർമസി എന്നീ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലത വർദ്ധിക്കും. 7ാം ഭാവാധിപനായ ശുക്രൻ കർമ്മഭാവത്തിൽ ശിഖിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഈ സമയത്ത് ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സിനെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളുമായി കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ഓൺലൈൻ സേവനങ്ങൾ, വിദ്യാഭ്യാസം, കൺസൾട്ടിംഗ് തുടങ്ങിയ മേഖലകൾ ഗുണകരമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ ആഴം കൂടുന്ന സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കുന്നവർ തുടക്കത്തിൽ ശ്രദ്ധിക്കണം. ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പങ്കാളിയുടെ അഭിപ്രായം കേൾക്കുന്നതാണ് ഉചിതം. വിവാഹം ആലോചിക്കുന്നവർക്ക് തീരുമാനങ്ങൾ വൈകിപ്പോകാൻ സാഹചര്യമുണ്ടാകും. തടസ്സങ്ങൾ അകലാൻ നിത്യവും ദേവീ കീർത്തനങ്ങൾ ജപിക്കുക.